Hello guys, let us continue our discussion now. Today we are going to discuss characteristics of a good research. ഒരു നല്ല റിസർച്ചിന് ഉണ്ടാകേണ്ടുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. First of all, it must be verifiable. What do you mean by verifiable? Verifiability എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പിന്നെയും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പ് വരുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരവസ്ഥേനെയാണ് വെരിഫയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസർച്ച് എപ്പോഴും വെരിഫയബിൾ ആവണം. നമുക്ക് ഇപ്പം സപ്പോസ് ഐ ഹാവ് ബീൻ ഇൻവെൻറ്റഡ് സംതിങ് ആൻഡ് വെൻ യു ആർ ഡൂയിങ് ദ സെയിം വർക്ക് യു ഷുഡ് ഗെറ്റ് ദ സെയിം റിസൾട്ട് അല്ലേ. ഇപ്പം H2O എന്ന് പറയുന്ന ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇസ് കമ്പൈൻഡ് ഇൻ എ സർട്ടൻ പ്രപ്പോർഷൻ ടു ഗെറ്റ് വാട്ടർ. അപ്പം ഈ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആഫ്രിക്കയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അന്റാർട്ടിക്കയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും സെയിം റിസൾട്ട് വരണം. അപ്പം ഈ സെയിം റിസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്കത് ചെയ്ത് നോക്കാൻ പറ്റണം. ആ ഒരു പരീക്ഷണം വീണ്ടും ആവർത്തിക്കാൻ പറ്റണം. അത്തരം ആവർത്തനം സാധ്യമാവുന്നതിനെയാണ് വെരിഫയബിലിറ്റി എന്ന് പറയുന്നത്. വി ഷാൽ വെരിഫൈ. ഇപ്പം ഞാൻ പറയാണ്, ഞാനിപ്പോൾ ഒരു തിയറി സ്റ്റേറ്റ് ചെയ്തു, എന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ദിസ് ഈസ് എ തിയറി ഗിവൺ ബൈ സോ ആൻഡ് സോ പേഴ്സൺ എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നിങ്ങളോട് പറയും യു ക്യാൻ വെരിഫൈ. വേർ വിൽ യു വെരിഫൈ? എന്തിലാണ് നിങ്ങൾ വെരിഫൈ ചെയ്യാൻ പോകുന്നത്? എയ്തർ ആ പറഞ്ഞിട്ടുള്ള പേഴ്സൻ്റെ ബുക്ക് നിങ്ങൾ പേഴ്സണലി എടുത്ത് നോക്കും, അല്ലെങ്കിൽ നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്യും. ഇത്തരം നിങ്ങൾ ഉറപ്പ് വരുത്തുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെരിഫയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസർച്ച് എപ്പോഴും എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി വെരിഫയബിൾ. ഓക്കെ. Second characteristics is that it must be understandable to use of simple language. വളരെ ലളിതമായ ഭാഷയിൽ കാര്യങ്ങൾ പറയുന്നതാണ് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക അല്ലേ. ഇപ്പം സപ്പോസ് നിങ്ങൾ പല ആൾക്കാരും പല കാര്യങ്ങളും സംസാരിക്കുന്നതും അതുപോലെ തന്നെ പ്രസംഗങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബട്ട് കൂടുതൽ ആളുകളും അട്രാക്റ്റഡ് ആവുന്നത് ആരുടെ പ്രസംഗങ്ങളിലേക്കാണ്? ദ വൺ ഹൂ ഈസ് സ്പീക്കിംഗ് ദ സിമ്പിൾ ലാംഗ്വേജ്, റൈറ്റ്? അപ്പം സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുകയും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുകയും ചെയ്യുക എന്നുള്ളത് ആണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. സപ്പോസ് നമ്മൾ സോഷ്യോളജി പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും റിസർച്ച് ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സോഷ്യോളജിക്കൽ ടേംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹാർഡ് for us, but as far as a layman is concerned, ഒരു സാധാരണക്കാരൻ്റെ ചിന്താഗതിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ബിറ്റ് ടഫ്. അപ്പോൾ അവർക്ക് അത്ര ഈസി ആയിരിക്കില്ല, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ്സ് ആയിരിക്കില്ല അവരതിന് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഒന്നുകിൽ നമ്മൾ വൃത്തിയായിട്ട് ഡിഫൈൻ ചെയ്യുക. ഫ്രണ്ട് പേജിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർ മാർക്ക് ഇട്ടിട്ട് താഴെ എഴുതി കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, നിങ്ങൾ ഇങ്ങനെ ഇത് വായിക്കുന്ന സമയത്ത് ഈ അർത്ഥമാണ് അതിനുള്ളത് എന്ന് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാതെ, ടെക്നിക്കലായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യും. അപ്പം റിസർച്ച് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ളതായിരിക്കണം. ടൂ മച്ച് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം അത് റിസർച്ചിന് ശരിക്കും അഴകല്ല. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ്. ചില ആളുകളുണ്ട് തങ്ങളുടെ ബുദ്ധിയും വിവരവും കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ ടഫറായിട്ടുള്ള ലാംഗ്വേജിൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പം എക്സാമ്പിളോടുകൂടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും അനുഭവം ഉണ്ടാവും. ഉദാഹരണ സഹിതമാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അത് വേഗം മനസ്സിലാവും നിങ്ങൾക്ക്. എക്സ്പെഷ്യലി സോഷ്യോളജിയിലെ തിയറിയിലൊക്കെ അങ്ങനെയാണ് വേണ്ടത്. ഉദാഹരണ സഹിതം വേണം കാര്യങ്ങൾ പറയാനായിട്ട്, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. കാരണം ഫിലോസഫിക്കലി കുറച്ച് ഹൈ ആയിട്ടുള്ള തോട്ട്സ് ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അത് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ ചിലപ്പം ആളുകൾ മടിക്കാറുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പറയാം കേട്ടോ, നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ ഒരു അക്കാഡമിക്കലി ഒക്കെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സിമ്പിൾ ലാംഗ്വേജസ് ഉപയോഗിക്കാറില്ല. വളരെ ഭയങ്കരമായിട്ടുള്ള പ്രമാദമായിട്ടുള്ള ഭാഷയിലൊക്കെ കാര്യങ്ങൾ പറയുകയും ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിനേക്കാളേറെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാൾ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അതായിരുന്നു സന്തോഷം. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും എപ്പോഴും സിമ്പിളായിട്ടുള്ള രീതിയിൽ റിസർച്ചുകൾ
തയ്യാറാക്കുകയും റിസർച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും എളുപ്പം അത് മനസ്സിലാകാം. പ്രത്യേകിച്ച് ഒരു സാമൂഹിക പ്രശ്നമാണല്ലോ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പം അത്തരം സാമൂഹിക പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എപ്പോഴും സിമ്പിൾ ലാംഗ്വേജസ് ആണ് വേണ്ടത്. ഒരു നല്ല റിസർച്ചിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഷുഡ് ബി ഇൻ എ സിമ്പിൾ ലാംഗ്വേജ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ എന്നാണ്, ലോജിക്കലി എന്ന് പറയില്ല. ഇറ്റ് മസ്റ്റ് ബി സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ. എന്താണ് സിസ്റ്റമാറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം? ചിട്ടയായത് എന്നുള്ളതാണ്, സിസ്റ്റമിനനുസരിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ വളരെ ചിട്ടയായിട്ടുള്ള പടിപടിയായിട്ടുള്ള എന്താ പറയുന്നത് മെത്തഡോളജിയിലൂടെ മുന്നേറുകയും അപ്രകാരം തന്നെ തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളതായിരിക്കണം ഒരു റിസർച്ച്. അപ്പം ആദ്യം തന്നെ റിസർച്ചിന് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ റിസർച്ച് ഇപ്പോൾ പഠിക്കുന്നതല്ലേ ഉള്ളൂ, ഫസ്റ്റ് അല്ല. അപ്പം റിസർച്ചിൽ ആദ്യം തന്നെ നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ ടോപ്പിക്കിന് റിലവൻസ് ഉണ്ടോ എന്നുള്ള മൊത്തം ഒരു റെഫറൻസ് നടത്തണം. ആ ഒരു ടോപ്പിക്ക് കൊണ്ട് എന്തെങ്കിലും സോഷ്യോളജിക്കലി ഗുണമുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ പല ബുക്സും വായിച്ചിട്ടും മെറ്റീരിയൽസും നെറ്റിൽ സെർച്ച് ചെയ്തിട്ടും ഒക്കെ കുറേ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കണം. അതിൻ്റെ പിന്നിലുള്ള അത് ഒരു സാമൂഹിക പ്രശ്നമാണോ എന്ന് വ്യക്തമാക്കി വെക്കണം. നമ്മളൊരു അനാവശ്യമായിട്ടുള്ള കാര്യമാണോ ചെയ്യുന്നത്, അതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവണ്ടേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്, ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ ഹൈപ്പോത്തസിസ് കണ്ടുപിടിക്കണം. അതിനുശേഷം ആ ഹൈപ്പോത്തസിസിനനുസരിച്ചിട്ട് ഒരു റിസർച്ച് ഡിസൈൻ നമ്മൾ ചെയ്യണം. അതിനുശേഷം നമ്മളൊരു സാമ്പിൾ കണ്ടെത്തണം. ആരെയാണോ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്തരം പോപ്പുലേഷനെ കണ്ടെത്തണം. എന്നിട്ട് ഏത് മെത്തേഡിലൂടെയാണ് നമ്മൾ അവരുടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നത് നോക്കണം. എന്തൊക്കെ ഡാറ്റാസ് കളക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ക്വസ്റ്റ്യനെയർസ് തയ്യാറാക്കണം. അപ്പം അങ്ങനെ ഒരുപാട് നിരവധിയായിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് ഒരു റിസർച്ച് കടന്നു പോകേണ്ടത്. ഏറ്റവും അവസാനത്തെയൊക്കെ വരുന്നത് ഒന്നാണ് ഡാറ്റ അനാലിസിസ്. കിട്ടിയ ഡാറ്റ അനാലൈസ് ചെയ്യുക, എന്നിട്ട് ആ റിസൾട്ടും നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുള്ള ഹൈപ്പോത്തസിസും തമ്മിൽ ഒത്തുനോക്കുക. അതിനുശേഷം അത് ശരിയാണെന്നോ തെറ്റാണെന്നോ സ്ഥാപിക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു കൺക്ലൂഷൻ എഴുതി റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതൊക്കെയാണ് സിസ്റ്റമാറ്റിക്കലി എന്ന് പറയുന്നത്. ഇതിനൊക്കെ പകരമായിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ആകെ എന്താ പറയുക സിഗ്സാഗ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു റിസർച്ച് റിപ്പോർട്ട് വായിച്ചാൽ ഒരു മനുഷ്യനൊരു തേങ്ങ മനസ്സിലാവത്തില്ല. അപ്പം ഈ ഒരു മെത്തഡോളജി ഇഫ് വി ആർ ഫോളോയിങ് ഇറ്റ് ഈസ് നോട്ട് എ സിസ്റ്റമാറ്റിക് വൺ. സോ റിസർച്ച് മസ്റ്റ് ബി ആൻഡ് ഷുഡ് ബി ഇൻ എ സിസ്റ്റമാറ്റിക് ഫോം. ഇറ്റ് ഷുഡ് ഫോളോ എ സിസ്റ്റമാറ്റിക് മെത്തഡോളജി, റൈറ്റ്? അപ്പം ഇതിനെയാണ് നമ്മൾ റിസർച്ച് മസ്റ്റ് ബി സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗുഡ് റിസർച്ചിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇറ്റ് മസ്റ്റ് ബി സിസ്റ്റമാറ്റിക്. നെക്സ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി ലോജിക്കൽ. ലോജിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം യുക്തിസഹജമായിരിക്കണം, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതായിരിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളൊരു പഠനം നടത്തുകയാണെങ്കിൽ ആ പഠനം ലോജിക്കലായിരിക്കണം, യുക്തിയുള്ളതായിരിക്കണം, റിലവൻ്റ് ആയിരിക്കണം. ഇപ്പോഴത്തെ സമൂഹത്തിലെ പ്രോബ്ലംസുമായിട്ടൊക്കെ നമ്മൾ എന്തായിരിക്കണം, അത് ഒത്തുപോകുന്നതായിരിക്കണം. ഇപ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു പഠനം നടത്തുകയാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ദുരാചാരത്തിനെ പറ്റിയിട്ട് ഒരു പഠനം നടത്തുക. അതൊക്കെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സതി എന്ന് പറയുന്ന ആചാരം ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി സതിയെ പറ്റിയിട്ട് ഹിസ്റ്റോറിക്കൽ അല്ലാതെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സൊസൈറ്റിയിൽ സതിക്ക് എന്തുമാത്രം പ്രാമുഖ്യം കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മളൊരു പഠനം നടത്തണം. ഇറ്റ് ഈസ് ടു മച്ച് ഫൂളിഷ്നെസ്, റൈറ്റ്? അപ്പം അതൊരിക്കലും നമുക്ക് ലോജിക്കലായിട്ടുള്ളൊരു പഠനം എന്ന് പറയാൻ പറ്റുകയില്ല. അതേസമയം അത്തരം സതി എന്ന് പറയുന്ന ആചാരം ഇപ്പോഴും അനുഷ്ഠിക്കപ്പെടുന്ന ചില പ്രദേശങ്ങളുണ്ട് ഇന്ത്യയിൽ എന്ന് മനസ്സിലാക്കുകയും അതിലേക്ക് നമ്മുടെ റിസർച്ച് വർക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് റിലവൻറ്റ്. സെയിം ടോപ്പിക് ആണെങ്കിലും അത് എടുക്കുന്ന പ്രദേശത്തിനനുസരിച്ച് റിലവൻസ് നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ റിലവൻസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിനാരിയോ ആണ്. അപ്പം ഇഫ് വെദർ വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ കേരള, എക്സ്പെഷ്യലി കേരളത്തിലെ പട്ടണ പ്രദേശങ്ങളിലാണ് ഇത്തരം ഒരു റിസർച്ച് ചെയ്യുന്നത്, ഇറ്റ്സ് നോട്ട് ലോജിക്കൽ. അതേസമയം ഒരു നോർത്ത് ഇന്ത്യൻ ഇൻറ്റീരിയർ വില്ലേജിൽ ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പിന്നാലെയാണ് നമ്മുടെ റിസർച്ച് പോകുന്നത്. ദാറ്റ് ഈസ് ലോജിക്കൽ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്, റൈറ്റ്? അപ്പം പല കാര്യങ്ങളും സാമാന്യ ബുദ്ധിക്ക് അല്ലെങ്കിൽ സാമാന്യ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നിങ്ങൾക്കറിയാം ഒരുപാട് ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ടല്ലോ, സീരിയൽസൊക്കെ കാണാറില്ലേ?
അപ്പം ഒരു ലോജിക്കും ഇല്ലാത്ത പല കാര്യങ്ങളും അല്ലേ, പലപ്പോഴും സെയിം റിപ്പീറ്റേഷൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ഫോർമുല മാത്രം ഫോളോ ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ. എക്സ്പെഷ്യലി പല മൂവീസും ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു ദിസ് ഇസ് നോട്ട് ലോജിക്കൽ. എക്സ്പെഷ്യലി ഈ മറുഭാഷ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അറിയാം 10 വെടികൊണ്ട് കൊണ്ടാലും മരിക്കത്തില്ല, അങ്ങനെയൊക്കെ. ഇറ്റ് ഇസ് നോട്ട് ലോജിക്കൽ, റൈറ്റ്? അപ്പം ഇത്തരം സാമാന്യ ബുദ്ധിയുമായിട്ട് ഒത്തുപോകാത്ത കാര്യങ്ങൾ ഒരിക്കലും റിസർച്ച് ആകരുത്. റിസർച്ച് എപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം, നമ്മുടെ ബുദ്ധി അംഗീകരിക്കുന്ന കാര്യമായിരിക്കണം. ദാറ്റ് ഈസ് ദ another quality, good characteristics of a good research, right? Next one is that it must have goal direct towards solving specific problems. നമ്മൾ നമ്മുടെ കടമ തീർക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഇരട്ടിയാക്കാനോ ഒന്നും വേണ്ടിയിട്ടായിരിക്കരുത് റിസർച്ച് ചെയ്യേണ്ടത്. റിസർച്ചിനൊരു ലക്ഷ്യം വേണം. ഈ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് PhD കിട്ടുക എന്നുള്ളതായിരിക്കരുത് ലക്ഷ്യം കേട്ടോ. അതുപോലെ അല്ലെങ്കിൽ എന്താണ് ഡിഗ്രിയുടെ പ്രോജക്റ്റോ അല്ലെങ്കിൽ PGയുടെ ഡെസർട്ടേഷനോ തീർക്ക് എനിക്ക് ഡിഗ്രി കിട്ടണം എന്നുള്ളതായിരിക്കരുത് റിസർച്ചറുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി സോഷ്യൽ റിസർച്ചിലെ ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനനന്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളതായിരിക്കണം. അപ്പം നമ്മൾ സോഷ്യോളജിസ്റ്റുകളാണ്. അപ്പോൾ സോഷ്യൽ ആയിട്ടുള്ള ഇഷ്ടം പോലെ ഇഷ്യൂസ് നമ്മുടെ ചുറ്റും കണ്ണു തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഹാവ്. അപ്പം ഇത്തരം ഒരു ഇഷ്യൂ എടുത്തിട്ട് അതൊരു പ്രോബ്ലം ആക്കി കണ്ടുകൊണ്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളായിരിക്കണം നമ്മുടെ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ദർ ആർ സെവറൽ സോഷ്യൽ ഇഷ്യൂസ് ഇൻ ആൻഡ് അറൗണ്ട് അവർ സൊസൈറ്റി, റൈറ്റ്? അപ്പം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സംഭവം ചൂസ് ചെയ്യുകയും ഏറ്റവും റിലവൻ്റ് ആണെന്ന് തോന്നുന്നത് ചൂസ് ചെയ്യുകയും അത്തരം ഒരു റിസർച്ച് എപ്രകാരം നമുക്ക് യൂസ്ഫുൾ ആക്കാം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ആലോചിക്കുകയും അതിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ. ഒരു പക്ഷേ നമ്മളൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് വലിയ റിസൾട്ടും വലിയ കൺക്ലൂഷൻസിലേക്കും ഒന്നും എത്താൻ കഴിഞ്ഞേക്കില്ല. പക്ഷേ നമ്മുടെ റിസർച്ച് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. നമ്മുടെ റിസർച്ച് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് എ പ്രോബ്ലം എൻഡ്, റൈറ്റ്? അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതിലേക്കായിട്ടുള്ള ആദ്യത്തെ ഒരു കാൽവെപ്പാണ് BPL ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണ്. അപ്പം വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലോൺസ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് അവൈൽ ചെയ്യുന്നത് ശരിയായിട്ട് അർഹതപ്പെട്ടവരാണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് എ റിസർച്ച് പ്രോബ്ലം ഫോർ അസ് ആൻഡ് വി ആർ ഹാവിങ് എ ഹൈപ്പോത്തിസിസ്. നമുക്കൊരു ഊഹമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് ഇവിടെ ഭയങ്കര കറപ്ഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഊഹം. അപ്പോൾ എത്രത്തോളം കറപ്ഷൻസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഐ മീൻ അത്തരം ഒരു പോപ്പുലേഷനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എവിടെയായിരിക്കും പോപ്പുലേഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക? വേറെ ഏതെങ്കിലും നാട്ടിലൊന്നുമല്ല, നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും BPL ഫാമിലീസ് കൂടുതലുള്ള ഒരു പ്രദേശത്തിനെ എടുക്കുകയും അവിടെ നിന്നൊരു സാമ്പിൾ എടുക്കുക. സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം അവിടെ നിന്നുള്ള കുറച്ച് മനുഷ്യന്മാരെ കണ്ടെത്തുകയും അവരെ നമ്മൾ ചോദിച്ച് ഇൻ്റർവ്യൂ എടുക്കുകയും അവരുടെ വരുമാനം യഥാർത്ഥത്തിൽ അവർ പറയുന്നതായിരിക്കത്തില്ല വരുമാനമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവേഷനിലൂടെ അസസ് ചെയ്യുകയും അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വരുമാനം സർവേക്ക് പോകുന്ന സമയത്ത് അയ്യോ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര പാവങ്ങളാണ്, ഞങ്ങൾ BPL ആണ്, അപ്പോൾ റേഷൻ കാർഡിൽ ഏതോ കാലത്ത് കുറിച്ച് വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും അവർ പറയുക. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ പല ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അവിടെ ടെസ്റ്റിംഗ് നടത്തുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിൽ TV ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നവരുണ്ടോ, ഏത് സിമ്മാണ് എടുക്കുന്നത്, പോസ്റ്റ് പെയ്ഡ് ആണോ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുകയും ഒരു മാസം എത്ര റീചാർജ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ എത്ര പേർക്ക് വാഹനം സ്വന്തമായിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ എന്താ പറയുക അവിടെ വിവാഹം ചെയ്ത് കൊടുത്തുന്ന പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള സ്ത്രീധനത്തിനെ പറ്റിയിട്ട് അങ്ങനത്തെയൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും വെദർ ദേ ആർ ഹാവിങ് റിച്ച് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ വളരെ പുവറായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് എന്നുള്ളതോ നമ്മൾ സ്ഥാപിക്കുന്നു. അതൊന്നും ഒരിക്കലും പുറത്തു പോവുകയോ അവർക്ക് ഹാംഫുൾ ആവുകയോ ചെയ്യുന്നില്ല. കാരണം ഇത് നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗം മാത്രമാണ്. നമ്മളൊരിക്കലും ഒരു ആളുടെയും പേര് റിവീൽ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മെജോറിറ്റി ആൾക്കാരും
ഹൗസ് ലോൺ മേടിച്ചിട്ടുള്ളത് ഇത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളാണെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ ഷുവർലി ദർ ഇസ് ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അവിടെ വീണ്ടും ഈ ഒരു BPL എന്ന് പറയുന്ന സാധനത്തെ റീഡിഫൈൻ ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താമല്ലോ. എന്ന് വെച്ചിട്ട് നാളെ അത് ചെയ്യുന്നില്ല, ഒരു ഡിഗ്രിയിലെ സ്റ്റുഡൻറ്റ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഉടനെ തന്നെ ലെറ്റസ് റീഡിഫൈൻ ദ BPL ഡെഫിനിഷൻ എന്ന് പറയില്ല. പക്ഷേ ഇത്തരം റിസർച്ച് വർക്കുകളൊക്കെയാണ് ഒരു ഐ ഓപ്പണറായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ നാളെ ഈ ഒരു പ്രോബ്ലം വലിയൊരു പ്രോബ്ലമാക്കി സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് ദേ വിൽ റെഫർ അവർ റിസർച്ച് റിപ്പോർട്ട് ഓൾസോ. അപ്പോൾ അത് നമുക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും നാളത്തെ ഈ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എടുത്തു പറയുന്നത്. പലരും ഇങ്ങനെ റിസർച്ച് ചെയ്യുമ്പോഴാണ് ഇതൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അപ്പം ഒരു റിസർച്ചർ എപ്പോഴും റിസർച്ച് ചെയ്യുമ്പോൾ അയാളുടെ ഗോൾ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവിങ്ങിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കണം. അപ്പം അത്തരമൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളും ആസ് എ സോഷ്യോളജിസ്റ്റ് വിൽ ബി സാറ്റിസ്ഫൈഡ്, റൈറ്റ്? അല്ലാതെ പരിപാടി കഴിഞ്ഞു, എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട്ടിയൊരു ഇതും കഴിഞ്ഞു, ഞാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് വയ്ക്കുമ്പോൾ അത് ലൈഫ് ലോങ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. The last point is that it must be scientific, because to use of scientific ways of solving problem. ഗ്രാമറൊക്കെ തെറ്റാണല്ലോ അതിനകത്ത്. ഓക്കെ, അപ്പം ഒരു റിസർച്ച് എപ്പോഴും എന്തായിരിക്കണം, സയൻറ്റിഫിക് ആയിരിക്കണം. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് ഒരുപാട് പറയാനുള്ളതാണ്, കാരണം എന്താണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പഠിപ്പിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സയൻറ്റിഫിക് മെത്തേഡ് എന്താണെന്ന് പഠിക്കാം. അപ്പം നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം പഠിക്കുക. Let us now wind up here. See you in the next video. Thank you.